നമസ്കാരം, ഞാൻ ഡോക്ടർ ഡോണ. ഡോക്ടർമാരോടും വക്കീലന്മാരോടും കള്ളം പറയരുത് എന്നൊരു ചൊല്ലെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ പലരും ഡെന്റിസ്റ്റുകളെ ഡോക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറ്. കാരണം ഞങ്ങളാണ് ദ സോ കോൾഡ് പല്ല് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ദന്ത ഡോക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഇതുപോലെ കള്ളത്തരമൊക്കെ പറഞ്ഞ് ഇപ്പം പല്ലെടുക്കാനൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു അസുഖമില്ല ഡോക്ടറെ, പല്ലെടുത്തോ, ധൈര്യമായിട്ട് പല്ലെടുത്തോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ധൈര്യം തരാറുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് ചെയ്യുന്നത് ശരിയാണോ? ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നതിനെ പറ്റി ആരും ബോധേഡ് അല്ല ആക്ച്വലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ദി ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി. നമുക്ക് ആദ്യം തന്നെ ഷുഗർ ഉള്ളവരെ പറ്റി സംസാരിക്കാം. ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര അല്ല കേട്ടോ, നമ്മുടെ ഡയബറ്റിസ് അസുഖമുള്ളവരെ പറ്റി സംസാരിക്കാം. അപ്പം അവർക്ക് മെയിനായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്. അതായത് സപ്പോസ് ഇപ്പം നമ്മൾ പല്ലെടുക്കുകയാണ് അല്ലെങ്കിൽ ഇംപ്ലാന്റ് വെക്കുകയാണ് എന്നൊക്കെ വിചാരിക്കുക. കൺട്രോൾ കേസിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അൺകൺട്രോൾ, അതായത് ശരിക്കും ഷുഗർ ഉണ്ട്, അത് കൺട്രോളിലല്ല, അല്ലെങ്കിൽ അവർ മെഡിക്കേഷൻ എടുക്കുന്നില്ല, അങ്ങനത്തെ കേസുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള മെയിൻ കുറച്ച് പ്രശ്നങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ പല്ലെടുക്കുകയാണെങ്കിലും ആ ഒരു എക്സ്ട്രാക്ഷൻ സൈറ്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ഹീലിംഗ് ഉണ്ടാവണം. പക്ഷെ ഇതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലുള്ള പേഷ്യൻസിൽ ഹീലിംഗ് കോംപ്രമൈസ്ഡ് ആകും. അതേപടി അവർക്ക് അവിടെ ഒരു ഇൻഫെക്ഷൻ ഉള്ള സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതേപടി നമുക്ക് ആ പല്ലെടുത്ത സൈറ്റിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക്, ഒരു ഇംപ്ലാന്റ് വെച്ച സൈറ്റിലേക്കായിരിക്കും, അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുവാണ്. നമ്മുടെ ബ്ലഡാണ് ഈ ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും ഓരോരോ സൈറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവിടെ ഓക്സിജന്റെ ഡെലിവറി കുറയും, അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ ഡെലിവറി കുറയും. അങ്ങനെ അത് നമ്മുടെ ഹീലിംഗിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകും. അതാണ് മെയിൻ ഒരു പ്രശ്നം ഈ ഷുഗർ ഉള്ളവർക്ക്. അതേപടി ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലാണെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പല്ലൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപടി ഞാൻ പറഞ്ഞല്ലോ, മുറിവ് കറക്റ്റായിട്ട് ഉണങ്ങത്തില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ മുറിവ് കറക്റ്റായിട്ട് ഉണങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഡ്രൈ സോക്കറ്റ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപടി നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടുതലാവുകയാണെങ്കിൽ അത് ആക്ച്വലി നമ്മുടെ വായിലുള്ള ബാക്ടീരിയസിനൊക്കെ ഒരു ഫേവറബിൾ കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അവർക്ക് ആ ഷുഗറാണ് വേണ്ടത്, അവർക്ക് കഴിക്കാനായിട്ട് ബാക്ടീരിയസിന്. അപ്പോൾ അവരത് ഫീഡ് ചെയ്യുവാണ് നമ്മൾ ഇൻഡയറക്ട്ലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വായിൽ ബാക്ടീരിയസ് കൂടുമ്പോൾ തന്നെ സംഭവിക്കും, അവിടെ നമുക്ക് കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപടി ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്ടീരിയസ് കൂടുമ്പോഴത്തേക്ക് നമുക്ക് കേട് മാത്രമല്ല, അവിടെ ഇതുപോലെ പ്ലാക്ക് ഒക്കെ വന്ന് അടിഞ്ഞ് അവസാനം നമുക്ക് മോണരോഗമായി അല്ലെങ്കിൽ എല്ലിനെയും കൂടെ അഫക്ട് ചെയ്യുമ്പോഴാണ് പെരിഡോണൽ ഡിസീസ് ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഷുഗർ ഉള്ള പേഷ്യൻസിൽ. അതേപടി നമുക്ക് വായിൽ നമ്മുടെ സലൈവേഷൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ സിറോസ്റ്റോമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ സലൈവേഷൻ കുറവുള്ള സമയത്താണെങ്കിലും നമ്മുടെ ബാക്ടീരിയസിനൊന്നും അധികം ഫ്ലഷ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ വായിൽ പ്രോപ്പറായിട്ട് ക്ലീനിങ് നടക്കത്തില്ല. അപ്പോൾ അതും പല്ലിൽ കേടുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതേപടി ഈ ഷുഗർ ഉള്ള പേഷ്യൻസിൽ ഇങ്ങനെ വായ്ക്കൊരു എരിച്ചിൽ പോലത്തെ കാര്യങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ഷുഗർ ഉള്ള പേഷ്യൻസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത് നമുക്ക് പ്രഷർ ഉള്ളവരുടെ സംസാരിക്കാം. ബി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആണ് അതിനെ ആ ഒരു കണ്ടീഷൻ അറിയപ്പെടുന്നത്, ഹൈപ്പർ ടെൻഷൻ. അപ്പം ബി പി കൺട്രോൾഡ് അല്ലെങ്കിൽ മെയിനായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ബ്ലീഡിങ്. അതായത് നമ്മൾ പല്ലെടുക്കുന്ന സമയത്ത് അൺകൺട്രോൾഡ് ബ്ലീഡിങ് ആയിരിക്കും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ബി പി കൂടുന്ന സമയത്ത് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുവാണ്. ഈ പല്ലെടുത്തതിന് ശേഷം ആ മുറിവ് ഉണങ്ങുന്നത് എങ്ങനെയാണ്? പല്ലെടുത്ത സ്ഥലത്ത് ആ ഒരു സൈറ്റിൽ നമ്മുടെ രക്തം കട്ട പിടിച്ച് ഒരു ക്ലോട്ട് ഫോം ചെയ്യണം. അങ്ങനെയാണ് അത് ഹീലിംഗിലേക്ക് പോകുന്നത്. പക്ഷേ ഇങ്ങനെ ബി പി അതായത് ബ്ലഡ് പ്രഷർ കൂടുതലാവുന്ന സമയത്ത് അവിടെ ക്ലോട്ട് ഫോർമേഷൻ തടയാനോ അല്ലെങ്കിൽ ഉണ്ടായ ക്ലോട്ടിനെ ഡിസ്ലോഡ് ചെയ്യാനോ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതും ഇൻഡയറക്ട്ലി നമ്മുടെ ഡ്രൈ സോക്കറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു പ്രശ്നമാണ് ഈ അൺകൺട്രോൾഡ് ബി പി ഉള്ള പേഷ്യൻസിൽ നമ്മളിപ്പോൾ ഡെന്റൽ പ്രൊസീജിയറൊക്കെ ചെയ്യാൻ പോകുന്നതായിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ ഒരു സ്ട്രെസ്സും ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ വേദന എടുക്കുമോ, അങ്ങനെ ഒരു സ്ട്രെസ് എങ്ങനെ പോലും കുറച്ച് ആൾക്കാരിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ ഓൾറെഡി ഉള്ള ബി പിനെ, ബ്ലഡ് പ്രഷറിനെ കുറച്ചും കൂടെ ട്രിഗർ ചെയ്യും, കുറച്ചും കൂടെ ബ്ലഡ് പ്രഷർ കൂട്ടും. അതേപടി നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടും, നമ്മുടെ ഹൃദയമിടിപ്പിനെ കൂട്ടും. അപ്പോൾ അത് എന്ത് സംഭവിക്കും? അത് നമ്മുടെ കാർഡിയാക് ഇവന്റ്സിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമുക്കൊന്നെങ്കിൽ അറ്റാക്കോ അല്ലെങ്കിൽ അതുപോലെ കാർഡിയക് അരിത്മിയ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാർഡിയക് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ പല്ലൊക്കെ എടുക്കാൻ നേരത്തെ മരപ്പിക്കുന്ന അനസ്തേഷ്യയിൽ ഉണ്ടാവുന്നത് ലിഗ്നോക്കിൻ എന്നൊരു കണ്ടന്റ് ആയിരിക്കും. അതിന്റെ കൂട്ടത്തിൽ ഒരു വാസോ കൺസ്ട്രക്ടർ, അതായത് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ ഉണ്ടാവും.
പക്ഷേ ഇങ്ങനത്തെ വാസോ കൺസ്ട്രക്ട്, അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് ഫ്ലോ കൂട്ടും. അപ്പോൾ ഓൾറെഡി ഇതുപോലെ ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് അത് കൂടുതൽ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കൂടുതൽ ഹാർട്ട് റേറ്റ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ അനസ്തേഷ്യ, നമ്മൾ ഈ പല്ലെടുക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന ലോക്കൽ അനസ്തേഷ്യ ഇതുപോലെ സിവിയർ അൺകൺട്രോൾഡ് BP ഉള്ള ആൾക്കാരിൽ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ അവരോട് ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഈ വാസോ കൺസ്ട്രക്റ്റഡ് ഇല്ലാത്ത, അഡ്രിനാലിനൊന്നും ഇല്ലാത്ത നോർമൽ ലിഗ്നോക്കൈൻ ഉപയോഗിക്കാൻ, പ്ലെയിൻ ലിഗ്നോക്കൈൻ ഉപയോഗിക്കാൻ പറയാറുണ്ട്. പിന്നെ ഈ BP വേണ്ടിയുള്ള മരുന്നുകൾ നമുക്ക് ഇൻഡയറക്ട്ലി നമ്മുടെ വായിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് അത് വായിൽ ഇതുപോലെ തന്നെ ഡ്രൈ മൗത്ത്, അതായത് സലൈവേഷന് കുറച്ച് ഡ്രൈ മൗത്ത് കണ്ടീഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേപടി നമ്മുടെ മോണയ്ക്കൊക്കെ സ്വെല്ലിങ്, ജിഞ്ചേവൽ ഹൈപ്പർപ്ലേസി എന്ന് പറയും. അതായത് നമ്മുടെ മോണൊക്കെ നല്ല വീർത്തിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അല്ലെങ്കിൽ ഓറൽ ലൈക്കൻ പ്ലാനസ്, അതായത് ഒരു വൈറ്റ് കളറുള്ള ലീഷനാണ് വായിക്കകത്ത് ഉണ്ടാവുന്നത്. അതൊക്കെ ഇതുപോലെ BP ഉള്ള മെഡിക്കേഷൻസ് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ അടുത്തൊരു കണ്ടീഷനാണ് നമ്മുടെ ഹാർട്ട് ഡിസീസ്. ഇതിൽ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് മെയിനായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയും. അതായത് അത് മെയിനായിട്ടും കാണാൻ സാധ്യതയുള്ളത് ഇതുപോലെ മറ്റേ ഹാർട്ടിന്റെ വാൾസിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ പ്രോസ്റ്ററ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഹാർട്ട് വാൾസ് വെച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും കാർഡിയോവാസ്കുലർ ഇവന്റ്സ് ഒക്കെ ഉണ്ടായവർക്കൊക്കെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം, സപ്പോസ് ഒരു എക്സ്ട്രാക്ഷൻ പല്ലെടുക്കുവാണ്, ആ സമയത്ത് നമ്മുടെ ആ ബാക്ടീരിയസ് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ അത് ഒരു ലൈഫ് ത്രെറ്റനിങ്, അപകടകരമായ ഒരു കണ്ടീഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇതുപോലെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ആന്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് എടുക്കും. അതായത് പ്രൊഫൈലാക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നം വരുന്നതിന് മുന്നായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പ്രിവെന്റീവ് മെഷർ എന്ന രീതിയിൽ പറയാം. അത് നമുക്ക് 1 മണിക്കൂർ മുന്നേ ഒരു ആന്റിബയോട്ടിക്സ് ഡോക്ടേഴ്സ് തരും, ഇങ്ങനെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിലേ നമ്മൾ അറിയത്തുള്ളൂ ഇങ്ങനെ നിങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് ഡോക്ടേഴ്സിനോട് പറയണം. അതായത് റീസെന്റ് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര നാളത്തെ ഇതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഡോക്ടേഴ്സിന് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ BP ഒക്കെ ഉള്ള പേഷ്യൻസിൽ ഇതുപോലെ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഓൾറെഡി ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ഹാർട്ടിന് പ്രശ്നങ്ങളുള്ള പേഷ്യൻസിന്, ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻസിൽ ഇതുപോലെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ വേദന എടുക്കുക എന്നൊക്കെ ഒരു തോന്നൽ കാരണം അവർക്ക് അത് കുറച്ചും കൂടെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇങ്ങനെ ഈ ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസോ കൺസ്ട്രിക്റ്റേഴ്സ് ഉള്ള, അതായത് എപ്പിനെഫ്രിൻ ഒക്കെ അടങ്ങിയ ഈ ലോക്കൽ അനസ്തേഷ്യ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ലോക്കൽ അനസ്തേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനിപ്പിക്കുന്ന മരുന്നാട്ടോ ലോക്കൽ അനസ്തേഷ്യ. ആ ലോക്കൽ അനസ്തേഷ്യ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഫർദർ കോംപ്ലിക്കേഷൻസിലേക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് വീണ്ടും ഹാർട്ട് റേറ്റ് കൂട്ടാനും അല്ലെങ്കിൽ വീണ്ടും BP കൂട്ടാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു മെയിൻ കൺസേൺ ആണ് ആന്റി കൊയാഗുലൻസ്, അതായത് രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ആസ്പിരിൻ, അങ്ങനത്തെ കുറച്ച് മരുന്നുകൾ എടുക്കുന്നവർ. ഇത് പേര് പോലെ തന്നെ രക്തം കട്ട പിടിക്കത്തില്ല. നമ്മളിപ്പോൾ പല്ലെടുത്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് വേണ്ടത് എന്താണ്? അവിടെ രക്തം കട്ട പിടിക്കണം, എന്നാലും ഹീലിംഗ് നടക്കത്തുള്ളൂ. അപ്പോൾ അതേസമയം ഇതേ മരുന്നുകളൊക്കെ എടുക്കുന്നവർക്കും അവിടെ അൺകൺട്രോൾഡ് ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പറയും ഇതുപോലത്തെ മെഡിക്കേഷൻസ് എടുക്കുന്നവരുണ്ടെങ്കിൽ 3 ദിവസം മുന്നേ ഈ മരുന്ന് നിർത്തിയിട്ട് വേണം വരാൻ, പല്ലെടുക്കാൻ അല്ലെങ്കിൽ അതിനോട് ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ വരാൻ എന്ന് പറയും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഈ മെഡിക്കേഷൻ എടുക്കുന്നുണ്ട് എന്നൊക്കെ കറക്റ്റായിട്ട് ഡോക്ടേഴ്സിനോട് പറയണം. അത് കഴിഞ്ഞിട്ട് ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ മരുന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ചിലപ്പോൾ ഈ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്നൊരു കാറ്റഗറി ഓഫ് മരുന്നുകൾ ചിലപ്പോൾ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ മരുന്നുകൾ എടുക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെ തന്നെ ജിഞ്ചേവൽ ഹൈപ്പർപ്ലേസിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് മോണ ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ സീഷർ അല്ലെങ്കിൽ എപ്പിലെപ്സി ഒക്കെ ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ ഈ ഡെന്റൽ പ്രൊസീജിയേഴ്സിന്റെ സമയത്ത് നമ്മൾ വേണ്ട പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ, കാരണം അവർക്ക് ആ ഒരു സ്ട്രെസ് കാരണം, നമുക്ക് ആ ഒരു ആങ്സൈറ്റി കാരണം ആ സീഷർ അറ്റാക്കിനെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇതുപോലെ സീഷറൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അവരുടെ ഓറൽ ഹെൽത്ത് ഒക്കെ ഭയങ്കര കോംപ്രമൈസ്ഡ് ആയിരിക്കും. കാരണം അവർക്ക് നോർമലി ഒരു ടങ് ബൈറ്റിംഗ് അല്ലെങ്കിൽ ലിപ് ബൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പല്ലിനൊക്കെ ഫ്രാക്ചേഴ്സ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ നേരെ ഡെന്റിസ്റ്റിനോട് ആ കൺസേൺ ഒക്കെ നിങ്ങൾ പറഞ്ഞിരിക്കണം. അതുപോലെ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, അപ്പോൾ നമുക്കറിയാം പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് എല്ലാ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മെയിനായിട്ടും അവരുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയിരിക്കും ഇതുപോലത്തെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ ആ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും അവരുടെ പ്രഗ്നൻസി റിലേറ്റഡ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഡെന്റിസ്റ്റിനോട് പറയണം. അതേപടി അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം എടുക്കാൻ വേണ്ടി. കാരണം ഒരുപാട് റേഡിയേഷൻ എക്സ്പോഷർ ചെല്ലുന്നത് നമ്മുടെ കുട്ടിക്ക് ദോഷകരമായിട്ട് മാറും. പിന്നെ അതേപടി അവർ നമ്മളിപ്പോൾ ഡെന്റൽ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളവർക്ക് അറിയില്ല, അതായത് കറക്റ്റ് ഒരു സുപ്പൈൻ പൊസിഷനിലായിരിക്കും നമ്മൾ പേഷ്യൻസിനെ കിടത്തുന്നത്. ബാക്ക് കടന്നിട്ട് കറക്റ്റ് എല്ലാം ഒരു സെയിം ലെവലിൽ, അതായത് സുപ്പൈൻ പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ പ്രഗ്നന്റ് ആയുള്ള ലേഡീസിന് അവിടെ വീനക്കാവ കുറച്ച് കംപ്രസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ കുറയാനും അല്ലെങ്കിൽ BP കുറച്ച് താന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെ കുറച്ചൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിച്ച് വേണം കിടത്താൻ വേണ്ടി ഡോക്ടേഴ്സ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രഗ്നന്റ് ആണ് എന്നൊക്കെ ഡോക്ടേഴ്സിനെ അറിയിച്ചെങ്കിലല്ലേ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അവർക്ക് ഇങ്ങനത്തെ കുറച്ച് മെഷേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ കണ്ടുവരുന്ന മെയിൻ ഒരു ഡെന്റൽ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ഹോർമോൺസ് ഒക്കെ കൂടും. അതായത് മെയിനായിട്ടും ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ അങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് നമ്മുടെ മോണയ്ക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതായത് നമ്മുടെ മോണയ്ക്ക് സ്വെല്ലിംഗ് ഉണ്ടാവും, മോണയിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പോൾ അതായത് ജിഞ്ചവൈറ്റിസ് എന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ സിവിയർ ആയി കഴിയുമ്പോൾ പെരിഡോണ്ടൈറ്റിസ് എന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ നമുക്കറിയാം ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പല്ലിന് കേടിനുള്ള സാധ്യത കൂട്ടുവാണ് അവിടെ. പിന്നെ അതേപടി വോമിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറ്റിലുള്ള ആസിഡ്സ് ഒക്കെ റിഫ്ലക്സ് പോലെ പുറത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല്ലുകൾ ഇറോഷൻ എന്നൊരു സംഭവം കാണാൻ സാധ്യത. അതായത് ഇങ്ങനെ അസിഡിക് കണ്ടൻസ് ഒക്കെ മൂലം പല്ലിന്റെ ഒരു പാളി തേഞ്ഞു പോകുന്നതിനാണ് ഇറോഷൻ എന്ന് പറയുന്നത്. അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിലും ഇതുപോലെ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ എപ്പിനെഫ്രിൻ, വാസോ കൺസ്ട്രക്ടർ ഒക്കെ ഉള്ളത് ജനറലി സേഫ് ആണ്. പക്ഷെ അതൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം അല്ലെങ്കിൽ അതും പ്ലാസന്റയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കാൻ സാധ്യത. പിന്നെ അതേപടി ഈ അമാൽഗം ഫില്ലിങ്സ്, ഇപ്പം പല ക്ലിനിക്കുകളിലൊന്നും അമാൽഗം ഫില്ലിംഗ് ഉണ്ടാവാറില്ല. പലയിടത്തും ഇപ്പം ടൂത്ത് കളർഡ് ഫില്ലിങ്സ്, അതിനാണ് കോമ്പോസിറ്റ് ഫില്ലിങ്സ് എന്ന് പറയുന്നത്. അതായിരിക്കും ഇപ്പം എല്ലാ ക്ലിനിക്കുകളിലും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അമാൽഗം ഫില്ലിങ്സ് ഉള്ള ക്ലിനിക്കുകളൊക്കെ ആണെങ്കിൽ അമാൽഗം ഫില്ലിങ്സ് കഴിവതും ഒഴിവാക്കണം. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അത് ആവശ്യപ്പെടണം. പല്ലിന്റെ കളറുള്ള ഫില്ലിങ്സ് മതി. കാരണം ഈ അമാൽഗം ഫില്ലിങ്സിനകത്തൊക്കെ മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. അതിപ്പം ജനറലി അത് ഹെൽത്തി അല്ല. അങ്ങനത്തെ ഒരു ഫില്ലിങ്സ് വെക്കുന്നത് ആർക്കും നല്ലതല്ല. പക്ഷെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് കുറച്ചും കൂടെ കൺസേൺ ആവണം ആ ഒരു കാര്യത്തിൽ. ഞാൻ എല്ലാ മെഡിക്കൽ ഹിസ്റ്ററിയും കവർ ചെയ്തിട്ടില്ല, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ എന്തൊക്കെ മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, എന്തെങ്കിലും മെഡിക്കേഷനോട് അലർജി ഉണ്ടോ? കാരണം നമ്മളിപ്പം ഓരോ പ്രൊസീജിയർ കഴിയുമ്പോൾ നമ്മൾ ഒരു ആന്റിബയോട്ടിക് കൊടുക്കും. അല്ലെങ്കിൽ ചിലർക്കൊക്കെ അമോക്സിസിലിൻ, മോക്സിനോട് അലർജി ഉണ്ടാവും. ചിലർക്കൊക്കെ സൾഫാർ ഡ്രഗ്സിനോട് അലർജി ഉണ്ടാവും. അതൊക്കെ പേഷ്യൻസ് കറക്റ്റ് ആയിട്ട് ഡെന്റിസ്റ്റിനോട് പറയണം. എന്നാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് വേണം ഞങ്ങൾക്ക് അത് ആ മെഡിക്കേഷന് പകരം വേറൊരു മെഡിക്കേഷൻ തരാൻ വേണ്ടി. അപ്പൊ സോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ മരുന്നുകളിലുള്ള അലർജി, അല്ലെങ്കിൽ നിങ്ങൾ റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഹോസ്പിറ്റൽ ഇഷ്യൂസ്, ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ മരുന്ന് നിങ്ങൾ എടുക്കുന്നുണ്ട്, എത്ര നാളായി എടുക്കാൻ തുടങ്ങി, എന്തൊക്കെ ഡിസീസസ് ഉണ്ട് നിങ്ങൾക്ക്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡെന്റിസ്റ്റിനോട് ഷെയർ ചെയ്യണം. നിങ്ങൾ എന്തൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്, ആ ഒരു പ്രിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അതുപോലെ പല്ല് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഇംപ്ലാന്റ്. അപ്പോൾ ഇംപ്ലാന്റ് ഒക്കെ വെക്കണമെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കണം. അതായത് എന്തെങ്കിലും ബോൺ ഡിസീസ്, അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ്, അങ്ങനെ ബോണിന് തേയ്മാനം വരുന്ന ഡിസീസ്, അല്ലെങ്കിൽ ഡയബറ്റിസ്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തെ ഇംപ്ലാന്റ്സ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്കൽ അനസ്തേഷ്യ, ഈ എപ്പിനെഫ്രിനൊക്കെ അടങ്ങി ലോക്കൽ അനസ്തേഷ്യ ചിലർക്കൊന്നും ഇൻഡിക്കേറ്റഡ് അല്ല, ചിലർക്കൊക്കെ കോൺട്രാ ഇൻഡിക്കേറ്റഡ്, അതായത് അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ അതൊക്കെ അറിയണമെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി പറയണം. എന്നാലും ഉള്ളൂ ഡെന്റിസ്റ്റുകൾക്ക് അതനുസരിച്ചുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കാനും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണമെങ്കിൽ എടുക്കാനും പറ്റത്തുള്ളൂ. ഞാൻ എനിക്കറിയാവുന്ന 2 കേസുകൾ പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് പല്ലെടുക്കണം, വേറെ മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു വന്നു. ഒരു പ്രായമുള്ളൊരു അപ്പച്ചനായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് നോക്കിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പല്ലെടുത്തു. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കാൻ പറ്റിയില്ല. ബ്ലീഡിങ് അൺകൺട്രോൾഡ് ആയിപ്പോയി. അതായത് ഒരുപാട് ബ്ലീഡിങ് വന്നു. അപ്പം നമ്മൾ സ്യൂച്ചറൊക്കെ ചെയ്ത് നന്നായിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് വിട്ടു. പക്ഷെ എന്നാലും ബ്ലീഡിങ് കൂടിയിട്ട് പിന്നെ പേഷ്യന്റിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുകൊണ്ട് വന്നു. പിന്നെ പേഷ്യന്റ് സത്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, അതായത് പേഷ്യന്റ് ആന്റി കോയഗുലൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അതായത് രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള മരുന്ന് എടുക്കുന്ന ഒരു ഹൃദയത്തിന്റെ രോഗമുള്ള ഒരു അപ്പച്ചനായിരുന്നു അത്. പല്ലെടുത്ത് കിട്ടാൻ വേണ്ടി അപ്പച്ചൻ കള്ളം പറഞ്ഞു. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? അപ്പച്ചന്റെ തന്നെ ആരോഗ്യത്തിനാണ് പ്രശ്നം ഉണ്ടായത്. അപ്പൊ സോ അതുപോലുള്ള കള്ളങ്ങൾ ദയവ് ചെയ്ത് പറയാണ്ടിരിക്കുക. അതുപോലെ വേറൊരു കേസാണ്, നമ്മുടെ ക്ലിനിക്കിൽ വന്നൊരു പേഷ്യന്റ് ആണ്. ഒരു പ്രായമുള്ള ഒരു അമ്മച്ചീനെ കൊണ്ടൊരു മോളാണ് വരുന്നത്. ഞാൻ ചോദിച്ചു പല്ലെടുക്കാനാ, ഇപ്പൊ പല്ലിന് വേദന ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് പല്ലിന് വേദന ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ എടുക്കാൻ പറ്റത്തില്ല. വേദന കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി മാറിയിട്ട് പല്ല് എടുക്കത്തുള്ളൂ. അപ്പൊ അവർ പറഞ്ഞു ഇല്ല, വേദനയും കാര്യങ്ങളൊന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ മാറി, പക്ഷെ പല്ലെടുക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പൊ നല്ല ആടുന്ന പല്ലൊന്നും അല്ല, നല്ല ഫേം ആയിട്ടുള്ള നല്ല ബലമുള്ള സ്ട്രോങ് ആയിട്ടുള്ള പല്ലായിരുന്നേ. അതിനകത്ത് കേട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് അവർ എടുത്തുകളാൻ തീരുമാനിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോള് പറഞ്ഞു അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് വരണം, നോർമൽ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അല്ല, ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോർമലാന്ന് പറഞ്ഞു, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ആ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓക്കെ അവർ കാണിക്കാതെ പറഞ്ഞാൽ അവർ കാണിച്ചപ്പോഴത്തേക്കാണ് PPBS, അതായത് നമ്മൾ ഫുഡ് കഴിച്ചതിന് 2 മണിക്കൂറിന് ശേഷം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമല്ലോ, ഷുഗർ ടെസ്റ്റ്, അതിനാണ് PPBS എന്ന് പറയുന്നത്. അത് അവർക്ക് 300 അതിനെയാണ് അവർ നോർമൽ എന്ന രീതിയിൽ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കള്ളം പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഒരു പല്ലെടുക്കുന്നത്? കാരണം നിങ്ങൾ അവിടെ നിങ്ങളുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിനെ തന്നെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ പല പേഷ്യൻസും കാണിക്കുന്ന ഒരു ടെൻഡൻസിയാണ്, ഇപ്പോൾ ഒരു ക്ലിനിക്കിലെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അതായത് പല്ലെടുക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ BP കൺട്രോൾ ചെയ്ത് വരണം എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഉടനെ അടുത്ത ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. അല്ലാതെ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. അവർ ഉടനെ അടുത്ത ക്ലിനിക്കിൽ എന്നാൽ ഇവിടെ പറ്റിയില്ലെങ്കിൽ എന്നാൽ അപ്പുറത്ത് പോയി നോക്കാം, അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കണ്ട് അതിന് വേണ്ട മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ അത് കൺട്രോൾ
കൺട്രോൾ ആയിക്കോളൂ. അപ്പൊ അത് കൺട്രോൾ ആക്കിയിട്ട് വന്ന് പല്ലെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാണ്ട് വേറെ ക്ലിനിക്കുകൾ തപ്പി പോകുന്നതല്ല. തന്നെയുമല്ല, ഓരോ ക്ലിനിക്കിലും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എമർജൻസി, മെഡിക്കൽ എമർജൻസി പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഇതൊന്നും അപ്രൂവ് ചെയ്യത്തില്ല. ഇങ്ങനത്തെ ഹൈ ഷുഗർ ലെവൽ അല്ലെങ്കിൽ ഹൈ BP ഒക്കെ ഉള്ള കേസുകൾ നമ്മൾ എടുക്കത്തില്ല. അതേസമയം മെഡിക്കൽ കോളേജിലൊക്കെയാണെങ്കിൽ പിന്നെയും അവർ കുറച്ചും കൂടെ ഒക്കെ കോംപ്രമൈസ് ചെയ്യും. കാരണം അവർക്ക് മെഡിക്കൽ ഡോക്ടേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കേസുകൾ ഡിഫറൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പം പണ്ട് ഒരു പല്ലെടുത്തു ഡോക്ടറെ, ഈ ഒരു ഷുഗർ ലെവൽ വെച്ചിട്ട് പണ്ട് പല്ലെടുത്തു, കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് എടുത്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, അതായത് ഒരിക്കൽ പല്ലെടുത്തു കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് വെച്ച് എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാവാണ്ടിരിക്കും എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി ഡെന്റിസ്റ്റുകളോട് പറയണം. കാരണം അത് മെയിനായിട്ട് നമുക്ക് ഡെന്റിസ്റ്റുകൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ള ഡയഗ്നോസ് ചെയ്യാനും അതിന് റീസൺ എന്താണ് എന്ന് കണ്ടുപിടിക്കാനും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയും, അല്ലെങ്കിൽ ഇതുപോലെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിനിടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള മെഡിക്കൽ എമർജൻസീസ് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അതിനേക്കാളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പേഷ്യൻസിന്റെ സേഫ്റ്റി അത് എൻഷുർ ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും ഡ്രഗ് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിനെ അറിയിക്കേണ്ടതാണ്. പിന്നെ പല കേസുകളിലും നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻസ് അതനുസരിച്ച് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ മെഡിക്കൽ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.